ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷം? മാഷാ അല്ലാ അൽഹംദുലില്ലാ. ഒന്നാമത്തെ നോമ്പ് നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഞാനിതാ എന്നത്തെയും പോലെ രാവിലെ തന്നെ മുറ്റടിക്കാനാണ് കേട്ടോ തുടങ്ങിയത്. മുറ്റടിച്ച് വാരൽ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയത്, 7:15 ആയിട്ട് എണീക്കാൻ. അപ്പോൾ അത്താഴമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കിടന്നിരുന്നു. അപ്പോൾ ആ കിടത്തൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോഴേക്കും 7:15 ആയി. ഇന്ന് അതിന് സ്കൂളുണ്ട്. അപ്പോൾ അവന് സ്കൂളിൽ പോകാനാകുമ്പോഴേക്കും ഒരു 10 മണി കേട്ടോ. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ക്ലീനിങ് ഒക്കെ കഴിയണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. എനിക്ക് 10 മണിയാകുമ്പോഴേക്കും എൻ്റെ ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും കേട്ടോ. നമ്മളൊരു ടൈം നമ്മളങ്ങോട്ട് വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിംഗ് നമ്മൾ വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നു, ഞാൻ വർക്കിന് പോകുന്ന ടൈമിലൊക്കെ അങ്ങനെയായിരുന്നു. നമ്മൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും കഴിയണമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റ് ഹെൽത്ത് പരമായിട്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഒരു ടാർഗറ്റായിട്ട് ഇന്ന ടൈമിൽ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആ ഒരു ടൈം ആകുമ്പോഴേക്കും കഴിയും കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒരു ടൈം സെറ്റ് ആക്കിയാൽ നമ്മൾക്ക് ഏറെക്കുറെ നമ്മളെ പണികളും തീരും കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇന്ന് നേരത്തെ തന്നെ നനച്ചിട്ടോ ചെടികൾക്കൊക്കെ. കാരണം ഈവനിങ് നനക്കാൻ ടൈം കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇന്ന് നനച്ചൊക്കെ കൊടുത്തു ചെടികൾക്ക്. പിന്നെ അതാ ഞാൻ ഈ ഒരു സംഭവം കയ്പൻ്റെ കുരു കുറേ ഞാൻ അവിടെ കുരു ഇട്ടിരുന്നു കേട്ടോ. പക്ഷേ ഒരു തൈയാണ് ഉണ്ടായത്. അപ്പോൾ അത് ഇങ്ങനെ ഞാൻ കോലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അകൊക്കെ ക്ലീൻ ആക്കാൻ വെച്ചിട്ട് വന്നതാട്ടോ. അപ്പോൾ അകം ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ്, അടിച്ചു വാരി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് തുടക്കം ചെയ്യണം. പിന്നെ ഞാൻ കിച്ചണൊക്കെ ഞാൻ അത്താഴത്തിന് എണീറ്റപ്പോൾ തന്നെ ക്ലീൻ ആക്കിട്ടോ. അപ്പോൾ കിച്ചണാണല്ലോ നമുക്ക് അത്യാവശ്യം ക്ലീൻ ചെയ്യാണ്ടാവും. അത് ഞാൻ അത്താഴത്തിന് എണീറ്റപ്പോൾ അത് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഞാൻ പോയത്. അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ നേരത്തെ എണീക്കുമ്പോൾ നമുക്ക് അത് ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനിതാ തുടക്കലൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ തുടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അതിനും എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നേരത്തെ അത്താഴത്തിന് എണീറ്റതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് ഇപ്പോഴാട്ടോ എണീറ്റ് വരുന്നത്. അപ്പോൾ അവനോട് അവനും നോമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സ്കൂൾക്ക് പോകണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ക്ലീനിങ്ങും ഉപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. നൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറമ്പിലുള്ള ഫാഷനിലോട്ടാണ് ഞാൻ വന്നത്. അവിടെ നൈറ്റീസ് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള നൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം നൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ അവിടെ വന്ന് കുറച്ച് നേരം ഉറങ്ങി എണീറ്റ് ഒക്കെ ആയിപ്പോയിക്കും ഇതാകുമ്പോൾ ഇവിടെ പത്തിരി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പത്തിരി ഞങ്ങൾ രാവിലെ തന്നെ റെഡിയാക്കി വെക്കും. പിന്നെ ചുട്ടെടുത്തിട്ടാണ് കേട്ടോ. ഈവനിങ് ആകുമ്പോൾ ചുട്ടെടുക്കും. പിന്നെ ചിക്കൻ കറി, തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്. ഈ കറിയും ഉമ്മ നേരത്തെ റെഡിയാക്കി വെക്കും കേട്ടോ. തേങ്ങ വറുത്തരച്ചിട്ട് നേരത്തെ ആക്കി വെക്കും. പിന്നെ ഈവനിങ് ആ പണിയൊന്നും ഉണ്ടാവില്ല. പത്തിരി അതുപോലെ തന്നെ റെഡിയാക്കി വെക്കും. പിന്നെ ഞങ്ങൾക്ക് ഈവനിങ് ആകുമ്പോൾ ഈ അത്താഴത്തിന് പിന്നെ ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് അത്താഴത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെരങ്ങ ചെറുതായിട്ട് താളിച്ച് വെക്കട്ടോ. കൂടുതൽ വെള്ളത്തിലല്ലാതെ കുറഞ്ഞ വെള്ളത്തിൽ താളിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെരങ്ങയും പിന്നെ അതിലോട്ട് പച്ചമുളക്, ഉപ്പ്, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വെള്ളം വറ്റിച്ചിട്ട് എടുക്കുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതും പിന്നെ നമ്മൾ മുമ്പ് തുറക്കുമ്പോൾ എടുത്തിട്ടുള്ള കറി ഉണ്ടല്ലോ, ആ തേങ്ങച്ച കറിനെ ഞങ്ങൾ സെയിം കറിനെ ഞങ്ങൾ അത്താഴത്തിന് കഴിക്കും. പിന്നെ ഞങ്ങൾ അതിലോട്ട് ചിക്കൻ പൊരിച്ചതാട്ടോ. ചിക്കൻ പൊരിച്ച് വെക്കും കുറച്ച്. അപ്പോൾ അതും റെഡിയാക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ അവിടെ ഞാൻ ജ്യൂസിനുള്ളത് റെഡിയാക്കണം കേട്ടോ. മുന്തിരി ജ്യൂസാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ മുന്തിരി ജ്യൂസ് വേണ്ടിയിട്ടുള്ള മുന്തിരി ഞാൻ തലേന്നേ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചതാണ്. ഇത് മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തു. ചായ കുടിക്കാനുള്ള ചായ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ചായ റെഡിയായി, ഫ്രൂട്ട്സ് കട്ട് ചെയ്തു. പിന്നെ പൊരിക്കടിയായിട്ട് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരാം കേട്ടോ. ഫസ്റ്റത്തെ ഡേ അല്ലേ, അപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരാൻ വിചാരിച്ച് പഴംപൊരി, സമൂസ, കട്ട്ലേറ്റ് ഇത്ര ഐറ്റംസ് പുറത്തുനിന്ന് കൊണ്ടുവരാണ്. പിന്നെ നമ്മുടെ നോമ്പിന് സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന തരിക്കഞ്ഞാണ് കേട്ടോ. നമ്മൾ തരിക്കഞ്ഞി എന്നാണ് പറയുന്നത്. അപ്പോൾ തരിക്കഞ്ഞി അവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല ക്ഷീണത്തിനൊക്കെ നല്ലതാണ് കേട്ടോ പറയാറ്. അപ്പോൾ ഇതിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ മാഷാ അല്ലാ നമ്മുടെ ഒന്നാമത്തെ നോമ്പ് ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് നോമ്പ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.